ആവേശകരമായ ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണ രംഗം വിവാദ കൊടുങ്കാറ്റിൽ. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയെന്ന പരാതിയിൽ LDF കൺവീനറും സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി കളക്ടറാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. UDF നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയുടെ മതത്തെയും സമുദായത്തെയും മുൻനിർത്തി വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ LDF ശ്രമിച്ചു എന്നാണ് പ്രധാന ആരോപണം. അനൗൺസ്മെന്റിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും സഹിതമാണ് UDF തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. LDFന്റെ ഔദ്യോഗിക പ്രചാരണ വാഹനത്തിൽ നിന്നാണ് വിവാദമായ അനൗൺസ്മെന്റ് ഉയർന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഫാത്തിമ തെഹ്ലിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് മതം പറഞ്ഞ് വോട്ട് പിടിക്കാനെന്നായിരുന്നു അനൗൺസ്മെന്റിന്റെ ഉള്ളടക്കം. ഇത് മണ്ഡലത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് UDF ആരോപിക്കുന്നു. നമ്മുടെ വോട്ട് നമ്മുടെ ഖൗമിലെ കുട്ടിക്ക് എന്ന നിലയിൽ ലീഗ് പ്രചാരണം നടത്തുന്നുണ്ടെന്നും ഇത് മതപരമായ ഏകീകരണത്തിനുള്ള ആഹ്വാനമാണെന്നും LDF വാഹനത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റിൽ പറയുന്നു. ലീഗിന്റേത് മതരാഷ്ട്രീയ ധ്രുവീകരണ തന്ത്രമാണെന്നും ഇതിനെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കണമെന്നും അനൗൺസ്മെന്റിൽ ആഹ്വാനമുണ്ടായിരുന്നു. ഖൗം എന്ന വാക്ക് പ്രയോഗിച്ചതിലൂടെ മുസ്ലിം സമുദായത്തിനിടയിൽ വികാരമുണ്ടാക്കാനും അതുവഴി മറുഭാഗത്ത് വോട്ട് ധ്രുവീകരണം നടത്താനുമാണ് LDF ശ്രമിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡെപ്യൂട്ടി കളക്ടർ TP രാമകൃഷ്ണനോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ വലിയ ചർച്ചയായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന്റെ തുടർച്ചയായാണ് പേരാമ്പ്രയിലെ ഈ നീക്കത്തെ UDF കാണുന്നത്. വർഗീയ കാടിറക്കി വോട്ട് കൊയ്യാനുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥിരം തന്ത്രമാണിതെന്ന് അവർ ആരോപിക്കുന്നു. മണ്ഡലത്തിലെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ LDF ശ്രമിക്കുകയാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. അതേസമയം ഇത്തരമൊരു അനൗൺസ്മെന്റിനെ കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് അറിവില്ലെന്നാണ് LDF വ്യക്തമാക്കുന്നത്. പ്രാദേശികമായി ആരെങ്കിലും തയ്യാറാക്കിയ അനൗൺസ്മെന്റ് ആണോ ഇതെന്നും പാർട്ടി പരിശോധിക്കും. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള യാതൊരു പ്രചാരണവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും TP രാമകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വിശദീകരിച്ചു. സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണൻ വർഷങ്ങളായി മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും LDF പ്രതികരിച്ചു. അനൗൺസ്മെന്റിൽ ഉപയോഗിച്ച വാക്കുകൾ രാഷ്ട്രീയ വിമർശനം മാത്രമാണെന്നും അവർ വാദിക്കുന്നു. വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി. UDF ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ലെന്നും ഏറെ അപകടകരമായ രീതിയിലുള്ള പ്രചാരണമാണ് പേരാമ്പ്രയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പോരാട്ടങ്ങളെ വ്യക്തിഹത്യയിലേക്കും മതപരമായ അധിക്ഷേപത്തിലേക്കും തരം താഴ്ത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മതസൗഹാർദ്ദത്തെ തകർത്ത് നേടുന്ന ഒരു രാഷ്ട്രീയ വിജയവും ആരും ഇഷ്ടപ്പെടുന്നില്ല. മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന പാരമ്പര്യം UDFിനില്ല. കേവലം 4 വോട്ട് കിട്ടാൻ വേണ്ടി സമൂഹത്തിൽ നികത്താൻ കഴിയാത്ത വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. പേരാമ്പ്രയിലെ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയായിരിക്കെ ഇത്തരമൊരു വിവാദമുണ്ടായത് പാർട്ടിക്കുള്ളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ ഈ വിവാദം ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ഫാത്തിമ തെഹ്ലിയെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം സ്ത്രീ വിരുദ്ധമാണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. യുവ സ്ഥാനാർത്ഥിയെ തളർത്താൻ സമുദായത്തെയും മതത്തെയും പരിചയാക്കുന്നത് ശരിയല്ലെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നുണ്ട്. മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ സഹായിക്കില്ലെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച നോട്ടീസിന് നിശ്ചിത സമയത്തിനകം മറുപടി നൽകേണ്ടി വരും. അനൗൺസ്മെന്റ് നടത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്നും അത് തയ്യാറാക്കിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നുമാണ് UDFന്റെ ആവശ്യം. സംഭവത്തിൽ പോലീസും പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മതപരമായ ഏകീകരണം നടത്തുന്ന എന്ന് ആരോപിച്ച് ഇടതുപക്ഷം നടത്തുന്ന ഈ പ്രചാരണം വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിക്കൂട്ടിലായ LDFന് ഈ പുതിയ ആരോപണം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പേരാമ്പ്രയിലെ ഇടതുപക്ഷ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ ഫാത്തിമ തെഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്ന് UDF വിശ്വസിക്കുന്നു. ഈ ഭയമാണ് LDFനെ ഇത്തരം വർഗീയ പ്രചാരണങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് LDF ആവർത്തിക്കുന്നു. അനൗൺസ്മെന്റിലെ ഓരോ വാക്കും പരിശോധിക്കുമെന്നും ചട്ടലംഘനം ബോധ്യപ്പെട്ടാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉള്ളതിനാൽ തന്നെ ഒഴിഞ്ഞു മാറാൻ LDFന് എളുപ്പമാകില്ല. രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കപ്പെട്ടോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്.